ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് നമ്മുടെ കിച്ചൺ ജോലികളൊക്കെ എളുപ്പമാക്കുന്നതിന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5 പ്രൊഡക്റ്റ് ഉണ്ട്. വെറും 331 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അതും ഫ്രീ ഷിപ്പിങ്ങിലാണ്. എവിടെ നിന്നാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മുടെ മീഷോയിൽ നിന്ന് തന്നെ. അപ്പോൾ മീഷോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല പ്രൊഡക്റ്റ് അത്യാവശ്യം വിലക്കുറവ് കിട്ടുന്ന ഒരു ആപ്പാണ്. മറ്റുള്ള ആപ്പുകളെ വെച്ച് നോക്കുമ്പോൾ വിലക്കുറവുണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ കാണിക്കാം. അതുപോലെ തന്നെ നമ്മളിത് വാങ്ങിച്ചത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ, ലൈവായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഇതാണ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് അത് വാങ്ങണോ വേണ്ടതെന്നും കൂടി തീരുമാനിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് എന്തായാലും വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിതെങ്ങനെയൊന്ന് പൊട്ടിക്കണമെന്ന് നോക്കാം അല്ലേ. തലങ്ങും വിലങ്ങും ഒക്കെ നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല കേട്ടോ. ഏത് അറ്റത്തുനിന്ന് തുടങ്ങും ഭഗവാനെ എന്നിങ്ങനെ വിചാരിച്ച് ഞാൻ ഒരറ്റത്തുനിന്ന് പൊട്ടിച്ച് വന്നപ്പോഴാണ് എന്താ പറയണേ, ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് കട്ടിങ് എന്ന് മനസ്സിലായത്. അപ്പോൾ രണ്ടറ്റം കട്ട് ചെയ്ത് പോയി. എന്തായാലും ആവട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് വേഗം തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ കട്ടറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അറ്റത്ത് വെജിറ്റബിൾ പീൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ജസ്റ്റ് കൈ പിടിച്ചൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. പീല് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് അറ്റത്ത് തന്നെ പീലർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന സംഭവം ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ സൈഡിൽ വരുന്ന സ്റ്റീലിന് അകത്തേക്കാണ് ഇതെടുത്ത് വെജിറ്റബിൾ വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് കുക്കുംബറോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ ഇങ്ങനെ നല്ല എന്താ പറയണേ, റൗണ്ടായിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു തപ്പലും പിടിക്കലും ഇല്ലാണ്ടില്ല. അപ്പോൾ ആദ്യം കട്ട് ചെയ്തത് അത് എൻ്റെ വഴിക്ക് പോയി. പക്ഷേ കട്ടിങ് കറക്റ്റായിരുന്നു കേട്ടോ. നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പാത്രത്തെ കാണിച്ച് കട്ട് ചെയ്യാത്ത കാരണം ക്യാരറ്റിൻ്റെ വഴിക്ക് പോയി എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണേ, അത് മറക്കരുത്. നമ്മുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നല്ല സംഭവം സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് വെജിറ്റബിൾസൊക്കെ. ഒരു സമയത്ത് തന്നെ ഒരു 3-4 പീസ് ഒറ്റ അടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം നമുക്കത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആപ്പിൾ കട്ടറാണ് കേട്ടോ. പക്ഷേ നമ്മുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, ആപ്പിൾ എൻ്റെ കയ്യിലില്ലായിരുന്നു. നമുക്ക് ടൊമാറ്റോ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരിക. ഇതെനിക്ക് കൈ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ല കട്ടിയുള്ള ബ്ലേഡൊക്കെയാണ്. ആപ്പിൾ ഉണ്ടെങ്കിൽ നമുക്കത് ലൈവായിട്ട് ഒന്നുകൂടി കാണിക്കാമായിരുന്നു എന്ന് തോന്നി. വേറൊന്നുമല്ല, നമുക്കിതിൻ്റെ അടിയിൽ വെച്ചിട്ട് ആപ്പിൾ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് അങ്ങ് അമർത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പിൾ നല്ല പീസായിട്ട് കിട്ടും. ഒറ്റ ട്രിപ്പിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതാണ് സംഭവം. അപ്പോൾ ഞാനാണെങ്കിൽ ഈ സംഭവം ഒന്ന് നോക്കിയതാണ്. ഇങ്ങനെ വെച്ച് നോക്കി. തക്കാളിക്ക് ആയതുകൊണ്ട് അറിയാമല്ലോ, തക്കാളിക്കൊക്കെ നമ്മൾ ഈ കൊടുക്കുന്ന ബലം എഫക്റ്റ് ചെയ്യല. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതങ്ങ് കട്ട് ചെയ്ത് വന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. ആപ്പിൾ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ അഭിപ്രായം പറയാൻ പറ്റത്തില്ല കേട്ടോ. തക്കാളിക്ക് ഇങ്ങനെ പതിഞ്ഞു പോകുമായിരുന്നു. ആപ്പിളാകുമ്പോൾ അറിയാലോ, കട്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങ് ചെയ്യുമ്പോൾ കയറി പോകുന്നുള്ളൂ. കാരണം അത്യാവശ്യം മൂർച്ചയുള്ള ബ്ലേഡുകൾ ആണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് കൈ പിടിച്ച് നോക്കുമ്പോൾ അറിയാലോ. ഞാനത് കുത്തിയും മറിച്ചും തിരിച്ചും ഒക്കെ വെച്ച് നോക്കി കേട്ടോ. നോ രക്ഷ. ആപ്പിളില്ലാത്തതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇതൊരു കിറ്റായിട്ടാണ് വരിക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാലോ. ഇനി അടുത്തത് തന്നെ ഇരിക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അടുത്തത് ഒരു 3-in-1 പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് 3-in-1 പീലർ എന്ന് പറയും. നമുക്കിതിനകത്ത് 3 ഉപയോഗങ്ങളുണ്ട്. ഒന്ന് പീല് ചെയ്യാം, രണ്ടാമത് നമുക്കിത് വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം, ചെറിയ ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ 3 ഉപയോഗങ്ങളാണ് നമുക്ക് ഈ ഒറ്റ പ്രൊഡക്റ്റും കൊണ്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കൊരു ക്യാരറ്റ് എടുത്തിട്ട് നോക്കാം.
ഒരു ക്യാരറ്റും കൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് ഭഗവാനെ മുഴുവൻ. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് പീൽ ചെയ്തപ്പോൾ നന്നായിട്ട് പീൽ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നും തോന്നിയില്ല. ഇനിയിപ്പം നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കായ ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു, നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ഷേപ്പ് ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ആദ്യം പീലറിനകത്ത് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. കുഴപ്പമില്ല കേട്ടോ, എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുന്നുണ്ട്. ആ ക്യാരറ്റിൻ്റെ ഷേപ്പ് മാറിപ്പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആയിപ്പോയത്. കറക്റ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ഇതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഈ ഒരു ഇത്രയും പൈസയല്ലേ വരുന്നുള്ളൂ, ആ ഒരു വിലയ്ക്ക് കുഴപ്പമില്ല, എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ നമുക്ക് ചെറിയതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാനായിട്ടും നോക്കാം കേട്ടോ. ഇതാ മൂന്നാമത്തെ ഇതിനകത്ത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് അതിനിടയ്ക്ക് കുറച്ച് കുടുങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ അതിങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴും നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ, നല്ല ബ്ലേഡാണ്, പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. 3 കാര്യങ്ങൾ നമുക്ക് ഒറ്റ ഇതിൽ നടക്കുന്നതാണ്. പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് ബ്ലെൻഡർ അല്ല, ഒരു ചോപ്പറാണ് കേട്ടോ. ചോപ്പർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പീജിയുടെ ഒരു ചോപ്പർ ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അത് അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് ഏത് കമ്പനിയുടെ പേരൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടില്ല. അപ്പോൾ ബ്ലേഡൊക്കെ കണ്ടിട്ട് നല്ല മൂർച്ചയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാനുള്ളൊരു സംഭവം ഇതിനകത്തുണ്ട് കേട്ടോ, ചോപ്പ് ചെയ്യാനും ബീറ്റ് ചെയ്യാനും പറ്റും. മുട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പൊട്ടിച്ച് വെച്ചിട്ട് അങ്ങ് പെട്ടെന്ന് ബീറ്റ് ചെയ്താൽ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ മുട്ട പതഞ്ഞു വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ ഒരു ചോപ്പറും കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് ബ്ലേഡ് കാണുമ്പോൾ നല്ലതാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ നല്ലതാണെന്നും കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ, നമ്മൾ സാധനം അകത്തിട്ടിട്ട് വലിച്ചാൽ മതി. ചോപ്പർ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസില്ലേ, അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് ഓർത്ത് അതിട്ട് നോക്കി കേട്ടോ. അപ്പം നമുക്കത് അതിൻ്റെ ഹോള്, ചെറിയ ഹോള് താഴേക്കും വലിയ ഹോള് മുകളിലേക്കുമാണ് വരേണ്ടത്. അപ്പം ഞാൻ ഇത് ഇച്ചിരിയേ ഉള്ളൂ, ഇട്ട് കഴിഞ്ഞാൽ സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല. കാരണം ചോപ്പറിനകത്ത് ഇടുമ്പോൾ ഇച്ചിരി അധികം ഇട്ടാലാണ് പെട്ടെന്ന് നല്ല രീതിയിൽ ചോപ്പായിട്ട് വരിക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്, ഇതിനകത്ത് ചോപ്പാകുന്നുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ അതേ പിടിച്ച് വലിച്ച് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ശ്രമം പാളിപ്പോയി മക്കളെ, അത് ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചോപ്പ് ചെയ്ത് വലിയവരായിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ക്യാരറ്റ് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്ത് നോക്കാം, ചോപ്പായി വരുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ എന്നോർത്തു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം കട്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴയ പോലെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്ത് നോക്കാം കേട്ടോ, വല്ലതും നടക്കുമോ എന്ന് അറിയണ്ടേ. പ്ലേറ്റ് വെച്ച് ചെയ്തപ്പോൾ ജസ്റ്റ് തെന്നിപ്പോയതുകൊണ്ട് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അത്യാവശ്യം നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷേ അത്ര എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വന്നുവെങ്കിലും അങ്ങനെ നല്ല ഫൈനായിട്ട് തരതരാന്നൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അത് സാധാരണ ചോപ്പറിനകത്ത് വെച്ച് എത്ര വലിക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് തന്നെയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് ബ്ലെൻഡറാണ്. നമുക്ക് മുട്ടയോ എന്തെങ്കിലുമൊക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് ഇതിനകത്ത് മറ്റേ സാധാരണ ബ്ലെൻഡർ, ഇലക്ട്രിക് ബ്ലെൻഡറൊക്കെ അറിയാലോ, നമ്മൾ കൈ കുത്തണം, പിടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇത് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതായത് ഇതുപോലെ കറങ്ങും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്ലെൻഡറാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ പാത്രം ഇത്തിരി ഒരു പരന്ന് കിടക്കണം, ഇച്ചിരി ഒരു കുഴിയൻ പാത്രം ആണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ആ കുഴിയൻ പാത്രം അല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ഇത് തോന്നി കേട്ടോ. പക്ഷേ അത് സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞപ്പം സംഭവം ഓക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കുഴപ്പമില്ല, മുട്ട ബ്ലെൻഡായി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ ഒരു ആപ്പിൾ കട്ടർ മാത്രമാണ് ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നിയത്. പിന്നെ ചോപ്പറും ഞാൻ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഇത്ര ഐറ്റംസ് ഈ ഒരു വിലയ്ക്ക് കിട്ടുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ കേട്ടോ.
പിന്നെ ചിലപ്പം ആപ്പിൾ കട്ടർ നമ്മൾ ആ തക്കാളിക്ക് വെച്ച് ചെയ്തുകൊണ്ടാവാം ഒരു പക്ഷെ അങ്ങനെ ആയിപ്പോയത്. ആപ്പിൾ വെച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഇനി കറക്റ്റായിട്ട്. എൻ്റെ കയ്യിൽ ആപ്പിൾ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളതിനെ മൊത്തത്തിലങ്ങ് അവോയ്ഡ് ചെയ്യണ്ട. എന്തായാലും താല്പര്യമുള്ളവർ ഇതൊക്കെ ഒന്ന് വാങ്ങി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് റിട്ടേൺ അടിക്കാമല്ലോ, അങ്ങനെ ഒരു ഓപ്ഷൻസും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്